Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിവൈസ് റെഡ്മിൻ്റെ നോട്ട് 12 സീരീസിലെ മിഡിലുള്ള ഡിവൈസാണ്. അതായത് റെഡ്മി നോട്ട് 12 പ്രോ എന്ന് പറയുന്ന വേരിയൻ്റാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ് 5Gൻ്റെ അൺബോക്സിങ് ചെയ്തായിരുന്നു. അപ്പോൾ റെഡ്മി നോട്ട് 12 സീരീസിൽ റെഡ്മി നോട്ട് 12 പ്രോ പ്ലസ്, റെഡ്മി നോട്ട് 12 പ്രോ, അത് കഴിഞ്ഞ് റെഡ്മി നോട്ട് 12, ഇങ്ങനെ 3 ഡിവൈസസാണ് വരുന്നത്. നടുവിൽ വരുന്ന ഡിവൈസാണ് റെഡ്മി നോട്ട് 12 പ്രോ 5G. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ക്യാമറ എത്രത്തോളം നല്ലതാണ്, എല്ലാം തന്നെ നമ്മൾ ഒരു ബ്രീഫായിട്ട് വിലയിരുത്തുകയാണ്. ഇത് അൺബോക്സിംഗ് പ്ലസ് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ്. അപ്പോൾ റെഡ്മി നോട്ട് 12 പ്രോ 5G എന്ന് എഴുതിയതാണ്. ലാർജ് ക്യാമറ സെൻസർ വിത്ത് ഒപ്റ്റിക്കലി ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് എഴുതിയതാണ്. വിവിഡ് 120 Hz AMOLED ഡിസ്പ്ലേ വിത്ത് 1 ബില്യൺ കളേഴ്സ് എന്ന് എഴുതിയതും കാണാം. പിന്നെ ഇവിടെ നമുക്ക് ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് എഴുതിയതാണ്. ഇവിടെ കുറേ അവാർഡ്സിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ ബാക്കിൽ നമുക്ക് കിട്ടുന്നത് നോട്ട് 12 പ്രോ പ്ലസ് 5Gൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. 50 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറയാണ്. 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും, വിവിഡ് 120 Hz AMOLED ഡിസ്പ്ലേ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ്, ഇന്ത്യ റെഡി 5G ആണ്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ബാൻഡ്സും ഇത് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 1080, 12 ലെയർ ഗ്രാഫൈറ്റ് കൂളിംഗ്, 10 5G ബാൻഡ്സ്, HDR10+ സപ്പോർട്ട് ഉണ്ട്, Gorilla Glass 5 സപ്പോർട്ട് ഉണ്ട്, പിന്നെ IP53 റേറ്റിംഗ് ഉണ്ട്, Wi-Fi 6 സപ്പോർട്ടും ഉണ്ട്, 67 വാട്ട് ടർബോ ചാർജിങ്, 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഇത് 3 വേരിയൻ്റിലാണ് അവൈലബിൾ ആകുന്നത്. 6GB 128GB 24,999 രൂപ, 8GB 128GB 26,999 രൂപ, 8GB 256GB 27,999 രൂപ. ഇതെല്ലാം MRP ആണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ICICI ബാങ്ക് ഓഫേഴ്സ് ഉണ്ട്, അതേപോലെ ഫാൻ ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ചേർത്തും 3,000 to 4,000 രൂപയുടെ ഡിസ്കൗണ്ട് ഈ പറഞ്ഞ പ്രൈസിലും വരുന്നുണ്ട്. അപ്പോൾ അതിലും കുറഞ്ഞിട്ടാണ് ആക്ച്വൽ പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം നോട്ട് സീരീസ് എപ്പോഴും തന്നെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഡിവൈസസ് ആണ് എപ്പോഴും വരുന്നത്. പക്ഷേ ഇത്തവണ അത് കുറച്ചൊരു ഡിഫറെൻറ്റ് കാറ്റഗറിയിലോട്ട് മാറിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ വർഷം പ്രോ സീരീസ് 20,000 രൂപയ്ക്ക് താഴെ വന്നത്, ഇത്തവണ അത് 25,000 രൂപയ്ക്ക് താഴെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ബോക്സ് ആദ്യം നമുക്ക് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ റെഡ്മി ബൈ ഷവമി എന്ന് എഴുതിയതാണ്. നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ്, അതേപോലെ ഒരു സിം ഇജക്റ്റ് പിന്നാണ്. പിന്നെ നമുക്ക് ഡ്യുവൽ സിം കാർഡ് കാണാം. SD കാർഡ് സപ്പോർട്ട് ഇതിനകത്തില്ല. സാർ വാല്യൂ 0.88444, ഹെഡ് സാർ, ബോഡി സാർ 0.810 ആണ് വരുന്നത്. ഒരു TPU കേസ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. കാര്യമായൊരു ഡിഫറൻസ് ഒന്നുമില്ല, നമ്മൾ സാധാരണ കിട്ടുന്ന TPU കേസാണ്. പിന്നെ നമുക്ക് ഫോണാണ് വരുന്നത്. ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി നമുക്കൊരു ചാർജറാണ്. സ്റ്റാൻഡേർഡ് USB Type-C to Type-A to Type-C ചാർജറാണ്. പിന്നെ 67 വാട്ട് ചാർജിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് 67 വാട്ട് അഡാപ്റ്റർ. 67 വാട്ട് അഡാപ്റ്ററാണ് വരുന്നത്. ഡിസൈൻ ബൈ ഷവമി എന്ന് എഴുതിയാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗ്ലേഷ്യർ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കാണാം. ഇവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് 200 അല്ല 200 പ്രോ പ്ലസിലാണ് വരുന്നത്. ഇത് 50 മെഗാപിക്സൽ ക്യാമറയാണ്. നമുക്കൊരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡും ഒരു മാക്രോ സെൻസറാണ്, 2 മെഗാപിക്സൽ മാക്രോ സെൻസറാണ്. ഇവിടെ സൈഡിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കാണാം, അതേപോലെ വോളിയം കീസും കാണാം. മോൾ ഭാഗത്ത് സ്പീക്കറും അതേപോലെ 3.5 mm ഓഡിയോ ജാക്കാണ്. IR ബ്ലാസ്റ്റർ ഇൻക്ലൂഡ് ആണ്. ബോട്ടം സെക്ഷനിൽ നമുക്ക് കാണുന്നത് സ്പീക്കറും അതേപോലെ USB Type-C പോർട്ടും സിം ട്രേയാണ്. ഇത് ഡുവൽ സിം കാർഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്, SD കാർഡ് സപ്പോർട്ടില്ല. ഇവിടെ ബാക്കിൽ നമുക്ക് ഗ്ലാസ് ആണ് കിട്ടുന്നത്. ഇത് ടഫ് ആൻഡ് ഗ്ലാസ് ആണ്, നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. ഒരു 8 mm താഴെയാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. വളരെ സ്ലിം ആണ്, ലൈറ്റ് വെയ്റ്റും ആണ്. കാരണം 188 ഗ്രാംസ് എന്തേ ഉള്ളൂ. വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഡിവൈസാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. ലാർജ് ഡിസ്പ്ലേ ആണെങ്കിലും. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ നമുക്ക് ലാർജ് ഡിസ്പ്ലേ ആണ്, ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും കാണാം. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഡിസൈനാണ്, ഇൻഹാൻഡ് ഫീലൊക്കെ കൊള്ളാം. ഇവിടെ സൈഡിൽ ഫ്ലാറ്റ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും നല്ല ഒരു ഡിസൈനായിട്ട് എനിക്ക് തോന്നി, കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. അതേപോലെ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, ഇൻഹാൻഡ് ഫീൽ നല്ലതാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഗ്ലാസ് ഫിനിഷാണ്, ഇത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. അതേപോലെ ഫ്രണ്ടിൽ നമുക്ക് Gorilla Glass 5 സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ എനിക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല. നല്ല ഒരു ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് കിടക്കാം. ഈ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 120 Hz AMOLED ഡിസ്പ്ലേ ആണ്. അതേപോലെ നമുക്ക് HDR10+ സപ്പോർട്ട് ഉണ്ട്, ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്, 10-bit AMOLED പാനലാണ്. അതാണ് 1 ബില്യൺ+ കളേഴ്സാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ലൊരു കിഡിലൻ ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് നല്ല ടച്ച് റെസ്പോൺസും അതേപോലെ നല്ലൊരു സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. കളേഴ്സ് എല്ലാം നല്ല വൈബ്രൻ്റ് ആൻഡ് വിവിഡ് ആണ്. അതേപോലെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റിഫ്രഷ് റേറ്റ് ഉണ്ടല്ലോ, 120 Hz റിഫ്രഷ് റേറ്റ് സെലക്ട് ചെയ്യാം. 60 Hz 120 Hz ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമായിട്ട് സെലക്ട് ചെയ്യാവുന്ന ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് റെഗുലറായി കിട്ടുന്ന ഡാർക്ക് തീമൊക്കെ അവൈലബിൾ ആണ്. നല്ലൊരു വിവിഡ് ആൻഡ് വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ്. അതേപോലെ വീഡിയോ വാച്ച് ചെയ്യാനൊക്കെ വളരെ മികച്ച ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. അതിലൊരു സംശയം തന്നെ ഇല്ല. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഏറ്റവും മികച്ച ഡിസ്പ്ലേ ആണ്. ഡോൾബി വിഷനും അതേപോലെ ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ടും സ്പീക്കർ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന് ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൽ നമുക്ക് ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ 2023 ആദ്യത്തെ ഫോണായിട്ട് പോലും ഇതിൽ ആൻഡ്രോയിഡ് 12 ഉള്ളൂ. അതാണ് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. ആൻഡ്രോയിഡ് 13 വരേണ്ടതായിരുന്നു. MIUI 13 ആണ്. MIUI 14 ആൻഡ്രോയിഡ് 13 വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിനകത്ത് 2 വർഷത്തെ അപ്ഡേറ്റ്സും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസുമാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അത് 2 വർഷം എന്ന് പറയുമ്പോൾ ഓൾറെഡി ആൻഡ്രോയിഡ് 13 കൂടെ അതിനകത്ത് പോകും. അപ്പോൾ അത് ഒരു വർഷം നമുക്ക് മാക്സിമം കിട്ടുള്ളൂ. 1 ഇയർ ഓൾറെഡി 13 വേണ്ടി പോകും. അപ്പോൾ 13 and 14 ആൻഡ്രോയിഡ് വേർഷൻ കിട്ടും. അതിനപ്പുറം നമുക്ക് 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കിട്ടുന്നതാണ് ഷവമീൻ്റെ ക്ലെയിം പറയുന്നത്. പിന്നെ ഓൾ സ്പെക്സ് നോക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് 8GB 6GB റാം വേരിയൻ്റാണ് വരുന്നത്. നമുക്ക് 3GB എക്സ്പാൻഡബിൾ വെർച്വൽ റാം ഓപ്ഷനുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റെഗുലർലി MIUIയിൽ കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഫ്ലോട്ടിംഗ് വിൻഡോ, സെക്കൻഡ് സ്പേസ്, ലൈറ്റ് മോഡ്, അങ്ങനത്തെ അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അതല്ല, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് കസ്റ്റമൈസും ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാ നമുക്ക് റെഗുലറായി കിട്ടുന്ന എല്ലാ ഓപ്ഷൻസും തന്നെ ഇതിനകത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ വൈസ് എനിക്കുള്ള മേജർ ഡിസപ്പോയിൻമെൻറ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ആൻഡ്രോയിഡ് 13 വേണ്ടതായിരുന്നു. ആൻഡ്രോയിഡ് 13 കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്ട്. ബാക്കി എനിക്ക് ഇഷ്യൂസൊന്നും തന്നെ ഇല്ല. ഞാൻ എൻ്റെ യൂസേജിൽ ബഗ്സോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ്സറുടെ കാര്യം പറയാം. ഇതിനകത്ത് വരുന്നത് ഡിമെൻസിറ്റീൻ്റെ 1080 പ്രോസസ്സറാണ്. അതൊരു പുതിയ പ്രോസസ്സറാണ്. ഇൻഫാക്റ്റ് ഡിമെൻസിറ്റിൻ്റെ 900 സീരീസിൻ്റെ ഒരു ചെറിയ അപ്ഗ്രേഡാണ് ഡിമെൻസിറ്റി 1080 ചിപ്പ് എന്ന് പറയുന്നത്. ഇത് അപ് ടു 6 and 8GB റാമാണ് വരുന്നത്. പെർഫോമൻസിൻ്റെ കാര്യം പറയുന്നത് നല്ലൊരു പെർഫോമൻസാണ് ഡിമെൻസിറ്റി 1080 തരുന്നത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് പറയാം ലാഗോ ഇഷ്യൂസൊന്നുമില്ല. എങ്കിലും എക്സ്ട്രീം ഗെയിമിങ്ങിന് അത്രയ്ക്ക് ഒരു അനുയോജ്യമല്ല. കാരണം അത്രയ്ക്ക് ഒരു പവർഫുൾ അല്ല, മിഡ് റേഞ്ച് ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ. വളരെ ഹെവി ഗെയിമിങ്ങിന് അനുയോജ്യമായതല്ല. ചില ഗെയിമിൽ ഹയർ FPS സപ്പോർട്ടഡ് അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ ഉണ്ട്. ബാക്കി എനിക്കൊന്നും കംപ്ലയിൻറ്റ്സ് ഒന്നും തന്നെ എനിക്ക് നോട്ടീസ് ചെയ്തില്ല. നല്ല ഒരു ഡിവൈസായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നല്ല പെർഫോമൻസും നല്ല ഓവറോൾ എക്സ്പീരിയൻസുമാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. ഇതിൽ വരുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ 50 MP സോണി സെൻസറാണ് വരുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സ് കാണാം. പോർട്രേറ്റ് മോഡ്, വീഡിയോ റെക്കോർഡിങ്ങിൽ 4K സപ്പോർട്ട് ഉണ്ട്. 4K 1080p 60 and 30 അങ്ങനെ 3 ഓപ്ഷൻസ് ഉള്ളത്. പിന്നെ ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്. മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 50 MP മോഡുണ്ട്. അതേപോലെ സ്ലോ മോഷൻ, വ്ളോഗ് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും തന്നെ ഉണ്ട്. നൈറ്റ് മോഡും പ്രോ മോഡും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം റെഡ്മി നോട്ട് 12 Pro എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. നല്ല ഒരു ക്യാമറയായിട്ട് എനിക്ക് തോന്നി. ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത് മോശമാവാനുള്ള ചാൻസേ ഇല്ല. കാരണം സോണീൻ്റെ IMX 766 സെൻസറാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് സെൻസർ കൂടിയായിരുന്നു. അതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. f1.8 അപ്പേച്ചറാണ്. പിന്നെ ഒരു 8 MP അൾട്രാ വൈഡും മാക്രോ അത്രയ്ക്ക് ഒരു പോരാ, ഒരു ആവറേജ് എക്സ്പീരിയൻസേ ഉള്ളൂ. എങ്കിലും റെഗുലർ ക്യാമറ അതേപോലെ സെൽഫി ക്യാമറ കുഴപ്പമില്ലാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് 12 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ നമ്മൾ ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇനി ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന 67 watt ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ 67 watt ഫാസ്റ്റ് ചാർജിങ് അറൗണ്ട് 50 to 60 minutes ആയിരിക്കും. അറൗണ്ട് 15 minutes ആണ് ചാർജ് ചെയ്യാൻ എടുക്കുന്നത് ഫുൾ ചാർജിന്. നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുക വേണ്ട, നല്ല ഒരു ബാറ്ററി ലൈഫാണ്. ഡെഫിനറ്റ്ലി മോർ ദാൻ എ ഡേ നമുക്ക് ഇതിനകത്ത് കിട്ടും ബാറ്ററി ലൈഫ്. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ബാറ്ററീൻ്റെ കാര്യത്തിൽ ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് 12 Pro 5Gൻ്റെ അൺബോക്സിങ് ആൻഡ് ഓൺ വീഡിയോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 3 വേരിയൻറ്റിലാണ് അവൈലബിൾ ആണ്. 24,999 ഇതിൻ്റെ ബേസിക് പ്രൈസിങ്. ICC കാർഡും അതേപോലെ ഫാൻ പ്രൈസിങ് എല്ലാം ചേർത്ത് 20,999 വരെ എത്തുന്നുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് കാർഡൊക്കെ ഉണ്ടെങ്കിൽ ICC കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൈസിന് കിട്ടും. ഇതൊന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 24,999 ബേസ് 6GB റാമും 120GB സ്റ്റോറേജും മേടിക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിവൈസാണ്. ഇതിൻ്റെ പ്രൈസിങ് കാര്യം പറയുന്നത് ഇതൊരു 1 സെഗ്മെൻറ്റ് അപ്പ് വന്നിട്ടുണ്ട്. 20-25 റേഞ്ചിലേക്ക് വന്നിരിക്കുകയാണ്. അതിൽ ഈ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സോണീൻ്റെ സെൻസറുണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷന്, 67 വാട്ട് ചാർജിങ് ഉണ്ട്. അങ്ങനെ ഒരു മാറ്റങ്ങളോടുകൂടിയാണ് വന്നിരിക്കുന്നത്. പുതിയൊരു ചിപ്പാണ് വന്നിരിക്കുന്നത്, കുറച്ചുകൂടി പവർഫുൾ ചിപ്പാണ്. അതേപോലെ 120Hz AMOLED Pro AMOLED ഡിസ്പ്ലേയാണ് വരുന്നത്. കുറച്ചും കൂടെ ബെറ്റർ AMOLED ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു അപ്ഗ്രേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ അല്ലെങ്കിൽ പ്രൈസിനെ കുറിച്ച് നിങ്ങളുടെ കമൻറ്റ്സ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് 12 Pro 5Gൻ്റെ അൺബോക്സിങ് ആൻഡ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ആ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് for watching. Hope to see you in our next video. Have a great day.